Okay, dear students, നമ്മൾ ഇന്നലെ കണ്ടത് based on sales, what are the profitability ratios? These ratios are general profitability ratios. And the general profitability ratios calculated on the basis of sales. ഇന്നലെ നമ്മൾ കണ്ടത് gross profit ratio. ഇന്ന് നമ്മൾ കാണുന്ന operating ratio. Okay, പിന്നെ operating profit ratio ഉണ്ട്, net profit ratio ഉണ്ട്. The operating ratio, it shows the relationship between operating cost or total operating expenses and sales. So total operating expenses include cost of goods sold plus operating expenses. Yadake operating expenses? Operating expenses include office expense, administration expense, selling expense and distribution expense. So cost of goods sold plus operating expenses is equal to operating cost. Okay, cost of goods sold, sales minus gross profit. അപ്പോൾ നമുക്ക് cost of goods sold കിട്ടും. Cost of goods sold plus operating expenses, 4 operating expenses: office, administration, selling, distribution. Net profit includes non-operating expenses. ഇപ്പോൾ നമുക്കറിയാം പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മൊത്തം എക്സ്പെൻസസ് കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം നമ്മൾ കാണിക്കും. അത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതാണോ? അല്ല. നമ്മൾ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കും. നമ്മൾ പലിശയ്ക്ക് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും, അത് നമ്മൾ കാണിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രമേ എടുക്കത്തുള്ളൂ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എടുക്കത്തില്ല. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് റേഷ്യോ രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ ഫോർമുല? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് selling office expense, administration expense, selling expense and distribution expenses. So once again, operating ratio or operating cost ratio is equal to operating cost divided by sales into 100. Now, what is the significance of this operating ratio? It indicates the general profitability of the business. It shows the operational efficiency of the business. It helps in controlling the operating cost. നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? സെയിൽസിൻ്റെ എത്ര ഭാഗമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് കൺസ്യൂം ചെയ്യപ്പെട്ട് പോകുന്നത്? അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ? ലോവർ ദ റേഷ്യോ ഇറ്റ് മീൻസ് ദാറ്റ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഈസ് വെരി ഹൈ and operating profit is high. For example, നിങ്ങൾക്ക് കിട്ടി 75% ഓപ്പറേറ്റിംഗ് റേഷ്യോ. അർത്ഥം എന്താ? സെയിൽസിൻ്റെ 75% ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്, 25% നമുക്ക് ആ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ്. ആ ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 25% ഉണ്ടോ? എഫിഷ്യൻ്റ് ആണ്, ഓപ്പറേഷൻ കുഴപ്പമില്ല. 1/4 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ലോവർ ദ റേഷ്യോ ഹയർ ദ എഫിഷ്യൻസി. ഇനിയും ഫോർ എക്സാമ്പിൾ വേറൊരു ഫോമിൻ്റെ 90%, സെയിൽസിൻ്റെ 90% ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് പോകുകയാണ്. നമുക്ക് ആ ഓപ്പറേഷനിൽ നിന്ന് ലാഭം ഉള്ളത് 10% ഉള്ളൂ. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യേണ്ടത്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ഡിവിഡൻ്റൊക്കെ കൊടുക്കുന്നത്. അപ്പം 90% ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് പോയാൽ നമുക്ക് 10% ഉള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഈസ് നോട്ട് എഫിഷ്യൻ്റ്ലി ക്യാരിഡ് ഓൺ. സെയിൽസിൻ്റെ മേജർ ഭാഗവും നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് കൺസ്യൂം ചെയ്തിട്ട് പോകുക. നമ്മുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഈസ് വെരി ലോ. ക്ലിയർ അല്ലേ? സോ കാരണം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ടു ബി മിനിമൈസ്ഡ്. നമുക്ക് എങ്ങനെ ഓപ്പറേഷൻ എഫിഷ്യൻ്റായിട്ട് കാര്യം ചെയ്യണം, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ നോക്കണം. അതിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂട്ടത്തുള്ളൂ. നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അടുത്ത റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 75% ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 25%. ക്ലിയർ അല്ലേ? സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഷോസ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് കൺസ്യൂംഡ് ഇൻ ദ ഫോം ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, വെദർ ദാറ്റ് ഓപ്പറേഷൻ ഈസ് efficient or inefficient. Okay,
ഇവിടെ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2,50,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 25,000, സെല്ലിംഗ് എക്സ്പെൻസ് 40,000, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 70,000. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഫോർമുല, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2,50,000, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 70,000. അപ്പോൾ എത്രയാണ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 70,000. സോ 70,000 പ്ലസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 25,000, സെല്ലിംഗ് എക്സ്പെൻസ് 40,000. സോ ടോട്ടൽ കോസ്റ്റ് 1,35,000. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,35,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടി 54%. അതായത് സെയിൽസിൻ്റെ 54% മാത്രമേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കി 46 നല്ല ഓപ്പറേഷനാണ് ഉണ്ടോ. 46% അവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. 50% നിയർലി 50%, സെയിൽസിൻ്റെ 50% ലാഭമാണ് ഉണ്ടോ. 50% ലാഭം, 50% ഉള്ളു കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും ഇവിടെ നല്ല എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഓൺ എഫിഷ്യൻ്റ്ലി. അതായത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി നല്ലോണമാണ് ക്യാരി ഓൺ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് വർക്ക് ഔട്ട് ദ പ്രോബ്ലം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.